പി.വി. അൻവർ യു.ഡി.എഫിൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന മുൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ മുരളീധരൻ. തെറ്റുകൾ അൻവർ തിരുത്തുമെന്നും സന്ധ്യയാകാൻ ഇനിയും സമയമുണ്ടെന്നും മുരളീധരൻ പാലക്കാട് പറഞ്ഞു. പി.വി. അൻവറിന്റെ വിഷയത്തിൽ പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കണം. സ്ഥാനാർത്ഥിക്കെതിരായും യു.ഡി.എഫ് ചെയർമാനെതിരായും അദ്ദേഹം പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ പിൻവലിക്കണം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞു. നിരുപാധികം ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൻവറിൻ്റെ ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ഒരു പ്രയാസവും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ പാർട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല. പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത്. അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ മോശപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് യു.ഡി.എഫിനെ തന്നെ മൊത്തം അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ രണ്ട് പരാമർശം അദ്ദേഹം പിൻവലിച്ച് യു.ഡി.എഫിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചാൽ അദ്ദേഹമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും ചർച്ച നടത്തി അദ്ദേഹത്തിന് കൂടെ സ്വീകാര്യമായ തീരുമാനമെടുക്കാൻ യു.ഡി.എഫ് തയ്യാറാണ്. അത് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനിക്കേണ്ട അദ്ദേഹം. അതുകൊണ്ട് ഓരോ നിമിഷത്തിലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാം, ഈ എല്ലാ വിഷയങ്ങളും യു.ഡി.എഫിലും പാർട്ടിയിലും ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഇതുവരെ എല്ലാ തീരുമാനം എടുത്തത്. ആരും സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു കൂട്ടായിട്ടുള്ള ചർച്ചയുണ്ടായിട്ടുണ്ട്. കാരണം പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ചില അപാകതകൾ കാരണം ഇത്തവണ അങ്ങനെ ഒരു അപാകത ഉണ്ടാവാതിരിക്കാൻ പഴുതടച്ചാണ് കൂട്ടായ ചർച്ച നടത്തിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പക്ഷെ അപ്പോഴും അൻവർ ഒരു കല്ലുകടിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ദേശീയ പാർട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല. കാരണം പാർട്ടിയുടെ ദേശീയ നേതൃത്വം അംഗീകരിച്ച സ്ഥാനാർത്ഥി യു.ഡി.എഫ് യുനാനിമസ് ആയിട്ട് പ്രപ്പോസ് ചെയ്ത സ്ഥാനാർത്ഥി, അങ്ങനെ സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാളെ മുന്നണിയായിട്ട് സഹകരിപ്പിക്കുക? അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും അൻവർ പറഞ്ഞത് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും സുധാകരനുമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സഹായിച്ചതെന്നാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, അൻവർ അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റ് അദ്ദേഹം തിരുത്തി യു.ഡി.എഫ് വഴി സഹായിച്ചു. കാരണം പിണറായി സത്തിനെയാണ് തോൽപ്പിക്കേണ്ടത്, അല്ലാതെ യു.ഡി.എഫിനെയോ യു.ഡി.എഫിലെ ഏതെങ്കിലും വ്യക്തികളെ അല്ല. പിണറായി സത്തിനെ തോൽപ്പിക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഇപ്പോൾ ആർക്കാണെങ്കിലും തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ അദ്ദേഹത്തിന് പറ്റിയ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. അത് അദ്ദേഹം പിൻവലിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തിലും തർക്കിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് ഈ വിഷയം താങ്കൾ ഇടപെട്ടിരുന്നു, അനുകൂലമായിട്ട് ഇടപെട്ടിരുന്നു. അതിന് യു.ഡി.എഫ് പ്രവേശനത്തിൽ താങ്കളും ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് അനുകൂലമായിട്ട്. വി.ഡി. സതീശൻ മാത്രമാണ് അല്ല, ഞാനില്ല വി.ഡി. സതീശൻ എതിർത്തിട്ടില്ല. ഞങ്ങൾ രണ്ടാം തീയതി ചേർന്ന യോഗത്തിൽ അസോസിയേറ്റ് അംഗമാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷെ ആ തീരുമാനം പ്രഖ്യാപിക്കാൻ അല്പം ഡിലേ വന്നു. അതിന് ആരും കുറ്റം പറഞ്ഞ കാര്യം അപ്പോഴേക്കും യുദ്ധത്തിന്റെ അന്തരീക്ഷം ഉണ്ടായി. ആ യുദ്ധത്തിന്റെ അന്തരീക്ഷം ഉണ്ടായപ്പോൾ ബൈ ഇലക്ഷൻ നടക്കില്ല. അതുകൊണ്ട് ഒരു മെല്ലെ പോക്കുണ്ടായതിന്റെ കാരണം ഈ യുദ്ധത്തിന്റെ ഒരു സാഹചര്യമാണ്, അല്ലാതെ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയതല്ല. യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടാവുകയും ബൈ ഇലക്ഷൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത് പ്രഖ്യാപനം അല്പം താമസിച്ചു പോയത്. തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. അത് അദ്ദേഹം തിരുത്തി യു.ഡി.എഫ് ആയിട്ട് സഹകരിക്കും. മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തുന്ന തരത്തിൽ വരുന്നത് അതൊരു തരത്തിൽ ഈ പ്രശ്നം അല്ല. ഞങ്ങളുടെ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ്. അതിൽ വിട്ടുവീഴ്ച ചെയ്യും. അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ ശ്രീ അൻവർ ഉൾപ്പെടെ സഹകരിക്കണം എന്നാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. ഷൗക്കത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തായാലും ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ ഒരു വെല്ലുവിളിയല്ല. കാരണം സ്ഥാനാർത്ഥികളെ കിട്ടാതെ CPM പരക്കം വാങ്ങി നടക്കും. അവസാനം ഒരു ഡോക്ടറിൽ ചെന്നെത്തി തൃക്കാക്കരയിൽ മത്സരിച്ചൊരു ഡോക്ടറെ വഴിയാധാരാക്കി. എനിക്ക് വേണ്ടത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടിയന്തരമായിട്ട് പ്രമേയം പാസ്സാക്കും.